ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒട്ടും തന്നെ കട്ട കെട്ടി പോവാതെ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഗോതമ്പ് പുട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവനായിട്ട് ഇത് വെച്ചിരുന്നാലും വളരെയധികം സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ റേഷൻ കടയിലെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 3 കുറ്റി പുട്ടിനുള്ള പൊടി ഞാനിവിടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് നല്ലതുപോലെ പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ചപ്പാത്തി പരുവത്തിലായിരിക്കും ഈ മാവ് കിട്ടുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ട കിട്ടാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം, പച്ചവെള്ളം, തണുത്ത വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ഈ പുട്ടിന്റെ മാവിനുള്ള പരുവം കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കരുത്. നല്ല പച്ചവെള്ളം, അതായത് തണുത്ത വെള്ളം ഇതുപോലെ കുറച്ചായിട്ട് കുടഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗോതമ്പ് പുട്ടിന്റെ പരുവത്തിനുള്ള മാവ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ കൈക്കണക്കിലാണ് ഇവിടെ 3 കുറ്റി പുട്ടിനുള്ള മാവ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് അളവിലൊക്കെ എടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ മാവ് നമുക്ക് അധികമായിട്ട് തോന്നിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് 2-3 തവണയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ജാറിനകത്ത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്തും ഈ പൊടിയൊന്ന് വളരെയധികം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിന് മുന്നേ ഓൾറെഡി ഞാൻ ഇതുപോലെ ഗോതമ്പ് പുട്ട് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പം പുട്ടിനുള്ള മാവ് ഇവിടെ അത്യാവശ്യം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പം കൈ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഈ കട്ട കെട്ടി വരുന്ന മാവൊക്കെ നല്ലതുപോലെ ഇതുപോലെ നെവിടി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 2-3 പ്രാവശ്യത്തേക്ക് വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുത്തതിന് ശേഷം തന്നെ മാവ് ഇവിടെ നല്ലതുപോലെ എനിക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ മാവ് ഞാൻ ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി മറ്റൊരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി എന്ന് പറയുന്നത് അരിപ്പൊടിയല്ല. നമ്മൾ ഇപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ പാക്കറ്റ് പൊടി, പുട്ടുപൊടി എന്ന് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ആ ഒരു പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് അളവിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 1/2 ഗ്ലാസ് അളവിൽ പുട്ടുപൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ ഓൾറെഡി അത്യാവശ്യം ഗോതമ്പ് പൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൊടിയിൽ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്തും കൂടെ പുട്ടുപൊടിയിലും കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഇതുപോലെ തന്നെ വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പുട്ടുപൊടി അത്യാവശ്യം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി അധികമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുത്താൽ പോരെ, ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനെ പ്രത്യേകം തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാര്യം ഗോതമ്പ് പൊടിയിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവിലും ഈ പുട്ടുപൊടിയിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവിലും വ്യത്യാസമാണ്. അപ്പോൾ പുട്ടുപൊടി ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ ഈ പുട്ടുപൊടിയും കൂടെ ഒരുമിച്ച് ഞാനിവിടെ തട്ടി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഇതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊടിയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം 2-3 പ്രാവശ്യം വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്ത് ഇത് നല്ലതുപോലെ പുട്ട് വേവിക്കുന്നതിൻ്റെ പരുവത്തിന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഞാൻ കുടഞ്ഞു കൊടുത്ത് മാവൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈ കൊണ്ട് നെവിടി നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മാവ് ഇങ്ങനെ സോഫ്റ്റ് ആയി വരുന്നത്. ഇനി നിങ്ങൾക്ക് സാധാരണ പുട്ട് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറ്റിയിൽ മാവ് ചേർത്ത് കൊടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഞാനിവിടെ കുറ്റിയിൽ മാവും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നല്ലതുപോലെ ആവി കയറ്റി പുട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് വെച്ചിരുന്നാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇതേപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കറിയാണോ പഞ്ചസാരയാണോ എന്താണോ ചേർത്തിട്ട് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകല്ലേ. നല്ല ചൂട് പുട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് പുട്ട് വെറും 10 മിനിറ്റിൽ തന്നെ ഇവിടെ എനിക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്.
രാവിലെ എണീറ്റ് വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെയധികം സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ വളരെ നല്ല ചൂടാണ്, അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ടിട്ട് തന്നെ കാണിച്ച് തന്നേനായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഈ സ്പൂൺ കൊണ്ടിട്ട് തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.